വരാൻ വേണ്ടി പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവായി തീരാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കേരളപ്പിറവിക്ക് ശേഷം 1960 രാഷ്ട്രീയ രംഗത്ത് രൂപം കൊണ്ട രാഷ്ട്രീയ മുന്നണികൾ, ആ രാഷ്ട്രീയ മുന്നണികളുടെ നീരാളിപ്പിടുത്തത്തിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ഒരു സ്ഥിതി നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. കേരളപ്പിറവിക്ക് ശേഷം പിന്നിട്ട ഈ 7.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണരംഗത്തും അതുപോലെ രാഷ്ട്രീയ രംഗത്തും വളരെ അനാരോഗ്യകരമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന സാധ്യതകളെയെല്ലാം നിഷേധിക്കുന്ന തരത്തിലുള്ള 2 ഭരണവർഗ മുന്നണികളാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ വികസന വിരുദ്ധരും ജനവിരുദ്ധ സ്വഭാവമുള്ളവരുമായിട്ടുള്ള ഈ ഇടത്തും വലത്തും നിൽക്കുന്ന അവസരവാദ മുന്നണികളെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അശ്ലീല മുന്നണികളെ നിരാകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ഒരു താരോദയം, പുതിയ ഒരു ജനമുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം. ഇവിടെ ഡിസംബർ മാസം 11-ാം തീയതി ഇവിടെ നടക്കുന്ന, വടക്കൻ കേരളത്തിൽ നടക്കുന്ന, അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് കർണാടകത്തിൻ്റെ അതിർത്തിയോട് തൊട്ടുരുമ്മിക്കിടക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. ഈ കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനു വേണ്ടി വളരെ ആദ്യകാലം മുതൽ വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ച് ചരിത്രത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കാസർഗോഡ് ജില്ല എല്ലാ കാലത്തും ഈ 2 മുന്നണികൾ ഭരിച്ച സമയത്തും അവഗണിക്കപ്പെട്ട ഒരു ജില്ലയാണ്. അത്തരമൊരു അനുഭവം നമുക്കുണ്ട്. ജില്ലാ രൂപീകരണത്തിന് വേണ്ടി ഈ മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ മുന്നിൽ 5 ദിവസം നീണ്ടുനിന്ന പഞ്ചദിന ഉപവാസ സമരം നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള പഴയ പാർട്ടി നേതാക്കന്മാരും സഹപ്രവർത്തകരും കൂടി നടത്തിയിട്ടുള്ള കാര്യം, അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായും ഓർമ്മിച്ചു പോവുകയാണ്. അങ്ങനെയെല്ലാമുള്ള ഒട്ടനവധി സമരപരിപാടികൾക്ക് ശേഷമാണ് ഈ ജില്ല രൂപം കൊണ്ടത്. ജില്ല രൂപം കൊണ്ടതിന് ശേഷവും ജില്ലയ്ക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള സഹായവും സഹകരണവും നമ്മുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളും പിന്തുണയും ഈ ജില്ലയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. അത്തരമൊരു പരമമായ സത്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന ഈ പ്രാദേശിക ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ്, അതിന് ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ പ്രസക്തി, വളരെ വലിയ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയം കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാലേക്കൂട്ടി തന്നെ നടത്തിയിരുന്നു. ആ പ്രവർത്തനങ്ങൾ സാമാന്യം കൊട്ടിഘോഷിക്കപ്പെട്ട പ്രചരണാത്മകമായതായിരുന്നില്ല. വളരെ അടുക്കും ചുറ്റയോടുകൂടി സംഘടനാ രംഗത്ത് നിശബ്ദമായ ഒരു പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയം വരിക്കുന്നതിന് ആവശ്യമായ തരത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് എന്ന മഹത്തായ ആദർശം, ആ ആദർശം സാക്ഷാത്കരിക്കുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഗ്രാമസ്വരാജ് എന്ന അർത്ഥത്തിൽ നമ്മുടെ ഗ്രാമങ്ങളെ സ്വതന്ത്രമാക്കുക, നമ്മുടെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. ആ മഹാത്മജിയുടെ ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുക, ഗ്രാമങ്ങളെ സ്വതന്ത്രമാക്കുക എന്ന ആ ഒരു ഗ്രാമങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുക എന്ന വളരെ വിശുദ്ധമായിട്ടുള്ള ഗാന്ധിയൻ സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പഞ്ചായത്ത് രാജ് ബില്ലൊക്കെ വന്നതിന് ശേഷം ഏകദേശം നമ്മുടെ പാർലമെൻറ്റിനും നിയമസഭയ്ക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ എന്ന് പറയാം ജനങ്ങളുമായി പൊക്കിൾക്കൊടി ബന്ധം പുലർത്തുന്ന ഭരണസമിതി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഭരണസമിതികളാണ്. ജനങ്ങളുമായിട്ടുള്ള ആ ബന്ധം, നാഭീനാള ബന്ധം എന്ന് പറയുന്ന ആ ബന്ധം, ജനങ്ങളുടെ നിത്യനിദാന കാര്യങ്ങൾക്കെല്ലാം തന്നെ, എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കേണ്ട ഒരു ഭരണവ്യവസ്ഥയാണ് മഹാത്മജി സ്വപ്നം കണ്ട ആ ഗ്രാമസ്വരാജിൽ കൂടി നമ്മുടെ പഞ്ചായത്തുകൾക്ക് ലഭിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനേക്കാളും എല്ലാ അർത്ഥത്തിലും വളരെ പ്രസക്തിയും പ്രാധാന്യവുമുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത്.